മെക്സവൻ എന്ന പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ഈ വ്യായാമ പരിപാടിയോടുള്ള വിമുഖത കൃത്യമായ ഒരു സന്ദേശം, ഒരു നിർദ്ദേശം എന്ന നിലയ്ക്ക് തന്നെ സമസ്ത മുന്നോട്ട് വെക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്? അതെ, അവർ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട്. അത് ഇസ്ലാമികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർ പറയുന്നത്, അല്ലെ? ഇന്റർമിംഗ്ലിംഗ് ഓഫ് ദ സെക്സസ് എന്നുള്ള കാഴ്ചപ്പാട് ഇസ്ലാമികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് ആ കാലത്തുള്ള ഒരു കാഴ്ചപ്പാടാണ്. പുരോഗമന കാലഘട്ടത്തിൽ അതെങ്ങനെ കാണണം എന്നുള്ളത് വേറെ വിഷയവും. ഈ നടക്കുന്ന സെറ്റപ്പിനെ പറ്റിയിട്ട് പല അഭിപ്രായങ്ങൾ ഇവർ തന്നെ പറയുന്നത്. ഇത് തീവ്രവാദി സംഘടനകളാണ്, ഇവർ ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പൊ അവര് അത് എന്താണ് അതിന്റെ ഉദ്ദേശം അത് പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അതിനെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുതിയ ഉപയോഗിക്കുന്നതാണോ എന്നുള്ള സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ്. അപ്പൊ ഈ ടീമായിട്ട് എനിക്ക് പേഴ്സണലി വലിയ ബന്ധമില്ലാത്തതിനെ കൊണ്ട് അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഇപ്പോ പേരെടുത്ത് പറയുന്നില്ലല്ലോ ഡോക്ടർ ഫസൽ ഗഫൂർ. പക്ഷേ ഈ പറയുന്ന വ്യായാമ മുറകൾ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കുന്ന മറ്റു പല മേഖലകളുണ്ട്. നമ്മുടെ കായിക മേഖലകളുണ്ട്. അവിടെ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അതിൽ വ്യക്തത വരുത്തണ്ടേ? ഇല്ലില്ല, മറ്റു പല മേഖലകളിലൊന്നുമല്ല. ഇപ്പൊ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലും അല്ലെങ്കിൽ ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കളികളിലും ഒക്കെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരുമിച്ച് ഉണ്ടല്ലോ. മിക്സഡ് ഡബിൾസ് ഗെയിംസ് ഉണ്ട്, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോ ഒരു പെർട്ടിക്കുലർ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഒളിപ്പിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം അവരൊന്ന് പറഞ്ഞു, ഇപ്പൊ അവർ മാറ്റി പറഞ്ഞു. പക്ഷെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, അത് മതപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ അവർ ഈ തരത്തിലുള്ള എന്താ പറയാ വ്യായാമം ഇപ്പൊ സ്പോർട്സിന് പങ്കെടുക്കുന്നതെന്ന് ആരും എതിർപ്പ് പറയുന്നില്ലോ. ടെന്നീസ്, മിക്സഡ് ഡബിൾസ്, ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ, അവരൊന്നും ആരും എതിർപ്പ് പറയുന്നില്ല. ഇതൊരു പുതിയൊരു പ്രതിഭാസമായതുകൊണ്ട് ആർക്കും പിടികിട്ടാത്തൊരു സംഭവമാണ് എന്താന്നുള്ളത്. അതുകൊണ്ടായിരിക്കും അവരെങ്ങനെ പ്രതികരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഉള്ളിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും, നമുക്കറിയില്ലല്ലോ. ആദ്യം ഒന്ന് പറയുകയും പിന്നീട് അവർ മാറ്റി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി വ്യക്തമായിട്ട് അതിന്റെ സെറ്റപ്പ് എനിക്ക് അറിയാത്തതിനെ കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പ്രതികരിക്കുന്നത്. ശ്രീ ഫസൽ ഗഫൂർ, ഇപ്പോൾ ഈ ഇത്തരമുള്ള വ്യായാമ മുറകളൊക്കെ ഇത് പബ്ലിക്കായിട്ട് ഒരു പൊതുസ്ഥലത്ത് വന്ന്, ഇപ്പോൾ കോഴിക്കോട് ബീച്ച് പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അതിന്റെ പരിസരത്തോ ഒക്കെ പബ്ലിക്കായിട്ട് വന്നാണ് ഇത്തരത്തിലുള്ള വ്യായാമ മുറകൾ. അന്യപുരുഷന്മാരും സ്ത്രീകളും എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊക്കെ പറഞ്ഞേക്ക് അതല്ലല്ലോ ഇഷ്യൂ. നിങ്ങളും ഉദ്ദേശിക്കുന്നത് എക്സാം അവരെ പറ്റിയിട്ടാണ്, ഞാനും പറഞ്ഞ അവരെ പറ്റി. അപ്പൊ അവരെ പറ്റി പറയേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ വെറുതെ വ്യായാമം ശരിയാണോ, അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുക, ഞാൻ നിങ്ങളുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുക, യോഗ ശരിയാണോ, അതല്ല ഇഷ്യൂ. ഒരു അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്നില്ല, അഭിപ്രായം ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞു കേട്ടല്ലോ. ഇനി അപ്പുറത്ത് നമ്മൾ സംസാരിക്കേണ്ട, കഴിഞ്ഞു, ഓവർ.